സെക്കൻഡ് ഡേ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നാസ്ത കഴിക്കുന്നു. അതിനുശേഷം റാമോജിയിൽ വണ്ടി 8:30 മണിക്ക് വരുന്നു, 9 മണിക്ക് സെറ്റാക്കും. നാസ്തക്കുള്ള ലിഫ്റ്റ് വെയിറ്റിംഗ്, ലിഫ്റ്റ് വരാൻ ഭയങ്കര ഡിലേ. ഓക്കെ, ഇന്ന് പുലാബ്, ഇഡ്ഡലി, ദോശ, ബ്രെഡ്, ജാം, ചമ്മന്തി, സാമ്പാർ, ചെറിയ സാധനങ്ങളാണ്. അതിൽ രാഹുൽ പുലാബ് എടുത്തില്ല, ഇഷ്ടമല്ലാന്ന്. ബാക്കി നമ്മളെല്ലാവരും പുലാബ് എടുത്തു. രാഹുൽ ഇഡ്ഡലി, ഒരാൾ മാത്രം ഇഡ്ഡലിയും ദോശയും. ഓ, സ്നേഹം കണ്ട കായ്, സ്നേഹം കൊടുക്കുന്നുണ്ട. അത് പെട്ടെന്ന് കഴിച്ചു തീർക്കട്ടെ, 8:30 മണിക്ക് വണ്ടി വരും. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ക്യാബ് വന്നിട്ടില്ല, ക്യാബ് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. റാമോജിയിലെ ഇൻട്രോ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല. എനിക്ക് തോന്നുന്നു സാധ്യത കുറവാണ് തോന്നുന്നു. എന്തായാലും നോക്കാം. നമ്മളിവിടെ വണ്ടിക്ക് വെയിറ്റ് ചെയ്തിട്ട് ഇപ്പം 1/2 മണിക്കൂറായി. വണ്ടി ഇതുവരെയും വന്നില്ല. പുള്ളി ഇന്നലെ പോയി കിടന്നിട്ട് ഉറങ്ങിയിട്ട് എണീക്കാൻ താമസിച്ചു എന്നാണ് തോന്നുന്നത്. റാമോജിയിൽ മിക്കവാറും നമുക്ക് ഇൻട്രോ കാണാൻ പറ്റില്ല. ഇൻട്രോ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും വരേണ്ടി വരും. അപ്പോൾ എന്തായാലും വണ്ടി വരട്ടെ. നമ്മൾ അതുവരെ നമ്മളിവിടെ കാര്യമൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. നല്ല ട്രാഫിക് ഉണ്ട്. ആരൊക്കെ പറന്ന് പറഞ്ഞു പോവുകയാണ്. ആ വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞ് തൊട്ട് മേലെ ഇവിടെ മെട്രോ സ്റ്റേഷനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ വണ്ടി ഇപ്പൊ എത്തുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് നമ്മളിവിടെ നിൽക്കുവാണ്. അപ്പൊ നമ്മൾ ഇനി റാമോജി എത്തിയിട്ട് കാണാം. ബൈ ബൈ. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലോട്ട് കാണിക്കാൻ പോവുകയാണ്. ബാഗ് ചെക്കിങ്ങിന് കൊണ്ടുപോവുകയാണ്. അതിനകത്ത് ഫുഡ് ഐറ്റം ഉണ്ടോ എന്നൊക്കെയാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഇല്ല, എല്ലാം നോക്കും. രാഹുലിന്റെ ബാഗ് വരുന്നില്ല, അതവിടെ അവിടെ ബ്ലോക്ക് ആയി പോയെന്ന്. ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് കാഴ്ച വരുന്നില്ല. എന്താടാ സ്റ്റിക്കർ? രണ്ടാമത് നമ്മൾ സ്റ്റിക്കർ ഒട്ടിപ്പിച്ചു വരുന്നുണ്ട്. ഈ നല്ലൊരു വലിയൊരു ഏരിയ ആണ് ഈ റാമോജി റാവു ഫിലിം സിറ്റി. ഇവിടെ റെസ്റ്റോറൻറ്റ്, കയറുമ്പോഴേ റെസ്റ്റോറൻ്റ് ആണ് ഗൈസ്. ഫുഡിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവർ നല്ല രീതിയിൽ. ഇതേ നമ്മളെ ട്രെയിനിൽ വെച്ച് കണ്ട ആൾക്കാർ വീണ്ടും ഇവിടെ കണ്ടു. നമ്മൾ കണ്ടുമുട്ടും. ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. സ്റ്റിക്കർ ഒട്ടിക്കണം ഗൈസ്. നെഞ്ചത്തെത്തി. ഓ, നമുക്ക് എല്ലാവർക്കും ഫലവും കിട്ടി ഗൈസ്. എല്ലാവരും സ്റ്റിക്കർ ഒട്ടിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, നമ്മളകത്ത് സക്സസ്ഫുള്ളി എൻ്റർ ചെയ്തിരിക്കുന്നു. നമ്മളെ 2 വൈഫ് യുവതീസ് വരാനുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അവരെത്തിയിരിക്കുകയാണ് ഗൈസ്. അച്ചിരി നോക്കുക ഗൈസ്. ഗൈസ് കിട്ടി, നമ്മളെ 2 വൈഫുകളെയും തിരിച്ച് കിട്ടി. കണ്ട ചാത്തൻ റൈബാൻ എടുത്ത് അവർക്ക് കൊടുത്തു ഗൈസ്. ഒരു ഫസ്റ്റ് സെൽഫിന്ന് തുടങ്ങാം. ഓക്കെ, അവിടെ അപ്പം നമുക്ക് ആദ്യത്തെ സെൽഫിന്ന് തുടങ്ങാം. അകത്ത് നമ്മൾ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണെന്ന് നോക്കിയാൽ പോണ വഴിക്ക് എല്ലാവരും റെഡിയാക്കുന്നുണ്ടോ തോന്നുന്നു. ബസ്സുണ്ട് ഗൈസ് ഇവിടെ നിന്ന്. എനിക്ക് സൈഡ് സീറ്റ് ഏതറ്റായാലും കുഴപ്പമില്ല. വേറെ ആരെങ്കിലും ഇടയ്ക്ക് വരുമോ? നമ്മൾ ബസ്സിനകത്ത് കയറി സീറ്റ് പിടിച്ചിരിക്കുകയാണ്. എൻ്റെ അടുത്ത് ഗൈസ് നമ്മൾ ബസ്സിൽ കയറി പോവുകയാണ്. ഒരുപാട് ബസ് കിടക്കുവാണ്. റാമോജി റാവു ഫിലിം സിറ്റിക്ക് ഒരുപാട് ബസ്സുകളുണ്ട് ഗൈസ്. ബസ്സിനകത്ത് കയറിയിരിക്കുന്നു. ബസ്സിന് എത്ര ദൂരം എവിടെയൊക്കെ പോകണമെന്ന് പറഞ്ഞുകൂടാ. അവരുടെ തന്നെ ബസ്സാണിത്. അതിൽ നമ്മൾ കയറിയിരിക്കുകയാണ്. ഓക്കെ, പുറത്തുള്ള കാഴ്ചകൾ കാണാം. റാമോജി ഫിലിം സിറ്റി. പുറത്തിറങ്ങാം. നിങ്ങൾ ക്യൂവിലാണ്, ദയവായി കാത്തു നിൽക്കുക. നല്ല പൊട്ട വെയിലുണ്ട്. നമ്മളൊരു വലിയ റൈഡിൽ കയറാൻ വേണ്ടി അവർ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ബസ്സുകൾ വരാൻ 20 മിനിറ്റ് ടൈം എടുക്കും. അതുവരെ കുതിരപ്പുറത്ത് യാത്ര ചെയ്യാൻ പറഞ്ഞു അവർ. ഇവിടെ കുതിരയൊക്കെ ഉണ്ട് ഗായ്സ്. കുതിരയുണ്ട് ഗായ്സ്, മാനുണ്ട് ഗായ്സ്, പുലിയുണ്ട് ഗായ്സ്, ആന വരെ ഉണ്ട് ഗായ്സ്. ഇവിടെ എല്ലാ മൃഗങ്ങളും ഉണ്ട്. നമുക്ക് ഏതിൻ്റെ പുറത്ത് വേണം കയറാം. ഫ്രീ റൈഡാണ്. ഇവിടുത്തെ ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആണ്.
മാന് എല്ലാവരും അടുത്തടുത്ത് ഇരുന്നാലേ ഫോട്ടോ എടുക്കാൻ പറ്റും. ഓക്കെ, രണ്ടുപേരും നോക്കൂ. ഞാൻ ആനപ്പുറത്ത് കയറി ഗായ്സ്. ഇതാകുമ്പോൾ അവരെ കൂടെ നമുക്ക് കവർ ചെയ്ത് കിട്ടും ഗായ്സ് വീഡിയോ എടുക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ റൈഡ് എടുക്കുന്നത്. ഭയങ്കര ബഹളം ഗായ്സ്, ഭയങ്കര ഓട്ടം ഗായ്സ്. എല്ലാവരും പ്രായമായവർക്ക് ഇരിക്കാൻ വേണ്ടി ചെയർ വരെ ഉണ്ട് ഗായ്സ്. ബെല്ലടിച്ച് ഗായ്സ്, ഇപ്പോൾ വണ്ടി എടുക്കും. ബെല്ലടിച്ചു, വണ്ടി എടുക്കും. ഇപ്പോൾ വണ്ടി എടുക്കും. എന്തിനാണ് ഗായ്സ് അവരൊക്കെ പോകുന്നത്? മലയാളികൾ തന്നെ ഗായ്സ് ഉറപ്പിച്ചു ഇതിന് വേണ്ടിയിട്ട് പോകാനെത്തിരിക്കുന്നുണ്ട്. സ്പീഡ് കൂടുതലായിരിക്കും ഗായ്സ്, ഇതൊന്നും വലിയ കുഴപ്പമില്ല. ഒന്നും ചെയ്യുമല്ലേ അത് കൊല്ല കാര്യം. ആന ഇങ്ങനെയല്ലല്ലോ ചാടുന്നത്. കുതിര ചാടുന്നത് ഓക്കെ, മാൻ ചാടുന്ന ഓക്കെ, പുലി ചാടുന്ന ഓക്കെ. പക്ഷെ ആന നടക്കുമല്ലേ കഴിച്ചു, ഇതും മുഴുവൻ ചാടുകയും ചെയ്യുന്നുണ്ട്. ആന എന്നിട്ട് ചാടുന്ന ആനയാണ് കഴിച്ച് എനിക്ക് കിട്ടിയത്. ബെല്ലടിച്ച് ഗായ്സ്, ബെല്ലടിച്ച് ഗായ്സ്. വണ്ടി സ്കൂൾ വിടാറായി ഗായ്സ്. അടുത്ത വണ്ടി പിടിക്കാനുള്ള വണ്ടി വന്ന് നടക്കണം ഗായ്സ്. പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ വണ്ടി പിടിക്കാം ഒന്നു. നമ്മൾ വേഗം വണ്ടി കയറാൻ പോവുകയാണ്. പെട്ടെന്ന് വേഗം ആള് പറഞ്ഞു. വണ്ടി വന്നു ഗായ്സ്, വണ്ടിയിൽ കയറുന്നു. ഫ്രണ്ട് സീറ്റ് പിടിച്ചു. ഇതിനു വേണ്ടി പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയ